ഇതൊന്നും നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ നോൺ കഴിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഐറ്റം ഏതാന്ന് വെച്ചാൽ അവർ പറയുന്നുണ്ട് ബീഫ് കറി. അതും നാടൻ ബീഫ് കറി. നമ്മുടെ അമ്മമാരും വല്യമ്മമാരും ഒക്കെ ഉണ്ടാക്കിയത് നാടൻ ബീഫ് കറി. എന്നാൽ ഈ ഒരു നാടൻ ബീഫ് കറി എങ്ങനെ നമുക്കൊരു ഈസി വേയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ രീതിയിൽ നമുക്ക് എങ്ങനെ അടിപൊളിയാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു മെത്തേഡാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിത് 1 കിലോ ബീഫാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 1 കിലോ ബീഫ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കൊണ്ടുണ്ട്, ബീഫ് വാങ്ങിക്കുമ്പോൾ ഈ കറി വെക്കാനാണെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കടയിൽ നിന്ന് ബീഫ് വാങ്ങിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കാലിന്റെയും കൈയുടെയും ഒക്കെ ഇറച്ചി നമ്മുടെ കേക്ക് പീസ് ഒക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ കൃത്യമായിട്ട് അത്ര നന്നായിട്ടുള്ള ബീഫ് നമുക്ക് കിട്ടും. അത് പക്ഷേ അതിൻ്റെ അകത്ത് നെയ്യുടെ കണ്ടന്റ് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയധികം ഒരു ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ കറി വെക്കാൻ എടുക്കുന്ന ബീഫ് എപ്പോഴും കുറച്ചൊരു നെയ്യുടെ കണ്ടന്റ് ഉള്ള ബീഫ് ആണെങ്കിൽ കുറച്ചുകൂടി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഈ ആറാം വാലി ആ ഒരു പോർഷനിലൊക്കെ ഉള്ള ബീഫിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കറി വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് പോർഷനിലെ ബീഫാണ് ഏറ്റവും ബെസ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ നന്നായിരിക്കും. അത് മറ്റുള്ളവർക്കും ഒത്തിരി അധികം ഉപകാരപ്പെടും. അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അമ്മമാരും വല്യമ്മമാരും ഒക്കെ ഉണ്ടാക്കിയിരുന്ന നാടൻ ബീഫ് എങ്ങനെ ഒരു ന്യൂജൻ സ്റ്റൈൽ അല്ലെങ്കിൽ പുതിയ രീതിയിൽ നമുക്ക് എങ്ങനെ ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ മറ്റൊരു കാര്യം കൊണ്ടുണ്ട്, ഈ ഒരു ബീഫ് നമ്മൾ കണ്ടില്ല, 1 കിലോ ബീഫ് വാങ്ങിച്ചു. ഇതിൽ കുറച്ച് നെയ്യുടെ കണ്ടന്റ് ഒക്കെ ഉള്ള ബീഫാണ് ഇത്. നമ്മൾ കഴുകി നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം തോർത്തി, അല്ലെങ്കിൽ നമ്മുടെ ഓട്ടപാത്രത്തിലൊക്കെ വെള്ളം തോർത്തി എടുത്തിട്ടുള്ള ബീഫാണ് ഇത്. ഇതിന് 2 സ്റ്റെപ്പിലാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു മാഗ്നേഷൻ രീതിയിലുള്ള കുറച്ച് പ്രോസസ് ഉണ്ട്. പിന്നെ നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്യുന്നുണ്ട് കുറച്ച്. പിന്നെ നമ്മൾ വിറകടുപ്പില്, അതല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഗ്യാസ് സ്റ്റൗവില്. അങ്ങനെ കുറെ സ്റ്റെപ്പുകളിലൂടെ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട. ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, സമയം കളയണ്ട. പെട്ടെന്ന് നമ്മുടെ നാടൻ ബീഫ് കറി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. ആ ചീനിച്ചട്ടിയിൽ നമ്മൾ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കാൻ പോവാം. അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മളിത് ഒരു 1.25 ടേബിൾ സ്പൂൺ നമ്മുടെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, 1.25 ടീസ്പൂൺ. ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ, അത് 2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ, 1.25 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ അല്ലെ നോർമൽ മുളക് പൊടി, നമ്മുടെ എരിവുള്ള മുളക് പൊടി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടിയാണ് കേട്ടോ, മല്ലിപ്പൊടി നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി കരിഞ്ഞു പോണ പോലെ ഒന്നും വേണ്ട, ജസ്റ്റ് ഇതിന്റെ ഒരു പച്ചച്ചവ മാറുന്ന രീതിയിൽ നമുക്ക് മൂപ്പിക്കാം. അപ്പൊ ഇതിന്റെ കൂടെ ഒരു കുറച്ച് ഒരു 1/4 ടേബിൾ സ്പൂൺ, കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ആണ്, ഒരു 1/4 ടീസ്പൂൺ കണ്ട ഇത്രയും മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പൊ അധികം ഒന്നും വേണ്ട, ജസ്റ്റ് അതിന്റെ ഒരു പച്ചച്ചവയൊന്ന് മാറുന്ന ആ ഒരു പരുവം വരെ മാത്രം മതി നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്. അതിന്റെ ടൈം കഴിഞ്ഞു. ഇനി നമ്മുടെ ആ പാത്രത്തിന്റെ ചൂടിൽ തന്നെ ഇരുന്നൊന്ന് മൂത്തോളും. ഇത്രയും ഞാൻ കട്ട് ചെയ്യാതെ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും സമയത്ത് ഒരു മൂപ്പ് മാത്രമാണ് ഇതിന് ആവശ്യമുള്ളൂ. അപ്പൊ തന്നെ അതിന്റെ ഒരു സ്മെല്ല് നമ്മുടെ മൂക്കിലേക്ക് വന്നു തുടങ്ങും. അപ്പൊ നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് ഈ മൂപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മുളക് പൊടിയുടെ ഒരു മിക്സ് നമുക്ക് ഈ ഒരു ബീഫിന്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന്റെ കൂടെ നമ്മളിത് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നമ്മളിപ്പോൾ കുറച്ചാണ് ചേർക്കുന്നത്, പിന്നീട് നമുക്ക് ചേർക്കാനുള്ള സമയമൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ നമ്മുടെ ബീഫ് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെക്കുവാണ്. ഇങ്ങനെ ഈ ഒരു ബീഫ് ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മൾ വെച്ചേക്കണം. ഇനി ഇത് നിങ്ങൾക്ക് കുറച്ച് സമയം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. ഇനി പെട്ടെന്ന് കറി വെക്കാനാണെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ഫ്രീസറിലേക്ക് വെച്ചിട്ട് എടുത്താൽ നല്ലതായിരിക്കും. അപ്പൊ എന്തായാലും ഈ ഒരു ബീഫ് നമ്മുടെ ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. അരമണിക്കൂർ ഇരുന്നതിന് ശേഷമാണ് ഇതിന്റെ ബാക്കി കുക്കിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മുടെ ഇറച്ചി അങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 2 സബോള നമ്മളിത് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ സബോള അരിഞ്ഞിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഉണക്ക തേങ്ങയാണ് കേട്ടോ. തേങ്ങ കുറച്ച്, കാരണം നാടൻ ബീഫ് കറിയിലൊക്കെ തേങ്ങയുടെ ടേസ്റ്റ് ഭയങ്കര സൂപ്പറാണ്. അപ്പൊ കുറച്ച് തേങ്ങാക്കൊത്തുണ്ട്. അപ്പൊ തേങ്ങാക്കൊത്ത് കണ്ടില്ല, ഒരു കനത്തിലാണ് കേട്ടോ, ഒത്തിരി ലൈറ്റ് ആയിട്ടല്ല, ഒരു ചെറിയ കനത്തിലാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്.
അപ്പൊ അങ്ങനെ തേങ്ങാക്കൊത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു തക്കാളിക്കയും കൂടെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ തക്കാളിക്ക സ്ലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ ഇപ്പൊ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് ഇപ്പൊ വേണ്ട. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സബോള നമുക്കൊന്ന് വഴറ്റാം. സബോള വഴറ്റണം, നമ്മുടെ തേങ്ങാക്കൊത്ത് വഴറ്റണം, തക്കാളി വഴറ്റണം. നമ്മൾ സബോള ഇത് വഴറ്റാൻ പോകുന്നത് നമ്മൾ ചീനിച്ചട്ടിയിലൊന്നും അല്ല, നമ്മുടെ കുക്കറിന്റെ അകത്താണ് കേട്ടോ നമ്മൾ സബോള വഴറ്റുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എണ്ണ നമ്മൾ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ സബോള ഇട്ട് കൊടുക്കുവാണ്. ഒപ്പം നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്തും ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ചങ്ങിട്ട് കൊടുത്ത് നമുക്ക് വഴറ്റാം. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്നും നമ്മൾ ഇപ്പൊ ആഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതി. ഒത്തിരി അങ്ങ് ഓവറായിട്ട് നമ്മൾ വറുത്തെടുക്കണ പോലെ ഒന്നും ആവണ്ട. നമുക്ക് ഒരു ലേശം ഉപ്പ്, നമ്മൾ ഇറച്ചിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം കൺട്രോൾ ചെയ്ത് വേണം ചേർക്കാനായിട്ട്. നമ്മുടെ സബോളയും അതോടൊപ്പം തന്നെ തേങ്ങാക്കൊത്ത് തന്നെ മൂത്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇതിനകത്തേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ നമ്മൾ വീണ്ടും മഞ്ഞൾപ്പൊടി, ഒരു പൊടിക്ക് മതി മഞ്ഞൾപ്പൊടി, കണ്ടോ 1/4 ടീസ്പൂൺ പോലും ഇട്ടില്ല കേട്ടോ, അത്രയും മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടാൽ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തിന്റെയും സബോളയുടെയൊക്കെ കളർ ഒന്ന് ഓക്കെ ആവാൻ വേണ്ടി, അല്ലെങ്കിൽ വെളുത്ത് കിടക്കും അത്. അപ്പൊ എന്തായാലും നമ്മുടെ സബോളയൊക്കെ ഇപ്പൊ മൂത്രണ്ട്. ഈ ഒരു പരുവം മതി. ഈ ഒരു പരുവത്തിൽ നമ്മൾ ചേർക്കാൻ വേണ്ടിയത്തേക്ക് നമ്മുടെ കുക്കറിലേക്ക് തന്നെ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ തക്കാളിയും കൂടെ നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കാൻ പോവാണ്. തക്കാളിയും കൂടി ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ തക്കാളിയും കൂടെ ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ സബോളയും തക്കാളിയും അതോടൊപ്പം തന്നെ തേങ്ങാക്കൊത്തും ഈ ഒരു പരുവത്തിൽ മൂത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കുക്കറിൽ തന്നെ ഇട്ടാണ് മൂപ്പിച്ചാണ്. ഇത്രയും മതി. ഇത്രയും നമ്മൾ ഓവറായിട്ട് കുക്കാവണ്ട, മൂക്കണ്ട. ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് നമ്മുടെ ബീഫ് നമ്മൾ നേരെ അങ്ങ് ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. മസാല ചേർത്തിട്ടില്ല. നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ബീഫ് ഒക്കെ നമ്മളിത് കുക്കറിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഇത് അടയ്ക്കത്തില്ല. ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഇതിൻ്റെ നിന്ന് വെള്ളം ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ വേണമെങ്കിൽ വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ അടയ്ക്കത്തുള്ളൂ. നമ്മളിപ്പോ ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന 2 സാധനങ്ങളുണ്ട്. അതിൽ ഒന്ന് നമ്മുടെ ഉലുവയാണ് കേട്ടോ. ഫുൾ ഉലുവ നമ്മൾ വെറുതെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഇനി ചേർക്കാൻ പോകുന്ന ഒരു ലേശം കായപ്പൊടിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കറിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്തിടുന്ന സമയത്ത് നമ്മൾ നേരെ കുക്കറിന്റെ അകത്ത് വെള്ളം ഒഴിച്ച് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് നമ്മുടെ ബീഫ് കറിക്ക് കിട്ടത്തില്ല. പക്ഷെ നമുക്കൊരു കാര്യമുണ്ട്, കുക്കറിന്റെ അടപ്പ് ഇങ്ങനെ വെറുതെ ചുമ്മാ ഇതിന്റെ മുകളിലേക്ക് വെച്ച് അടയ്ക്കാട്ടോ, എയറൊക്കെ പോകുന്ന രീതിയിൽ അങ്ങനെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടും. അപ്പൊ ഇത് കുറച്ചും കൂടി ഒന്ന് വെന്ത് ശരിക്കും ഇറങ്ങട്ടെ. അതിനുശേഷം നമുക്ക് കുക്കറിന്റെ അടപ്പ് അടച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് നന്നായിട്ട് വെള്ളമൊന്നുമില്ല. കാരണം നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം തോർത്തി എടുത്തുകൊണ്ട് പ്രോപ്പറായിട്ട് അത്ര വെള്ളം കൂടുതലായിട്ട് ഇല്ല ഈ ബീഫിന്റെ അകത്ത്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുന്നത്, 1 കപ്പ് വെള്ളം, 250 ml വെള്ളമാണിത്. ആ ഒരു വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് നല്ല ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ വെച്ച് അടച്ചു വെക്കാം. അപ്പൊ കുക്കർ വെച്ച് അടയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒറ്റ വിസില് ആദ്യം വരുന്നു. അതിനുശേഷം നമ്മൾ തീ സിമ്മിലേക്ക് വെച്ചതിന് ശേഷം ആ സിമ്മിൽ കിടന്നിട്ട് വീണ്ടും ഒരു വിസിൽ, അതായത് 2 വിസില് നമ്മൾ അടിക്കുന്നുള്ളൂ. ഒന്ന് നമ്മൾ കുക്കർ അടച്ചതിന് ശേഷം ഒറ്റ വിസിലും, അതിനുശേഷം തീ ഏറ്റവും കുറച്ച് വെച്ച് ലോയിലേക്ക് വെച്ചതിന് ശേഷം വരുന്ന അടുത്തൊരു വിസിലും. ആ ഒരു വിസിലിൽ നമ്മൾ ഇത് വാങ്ങി വെക്കുന്നു. അതിനുശേഷം ഫുള്ളായിട്ട് ഇതിന്റെ എയർ പോയതിനു ശേഷം നമ്മൾ തുറന്നിട്ടാണ് ബാക്കി പരിപാടികൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ മേജർ കുക്കിംഗ് പ്രോസസ്സ് എന്താണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഇതിന്റെ അകത്ത് വെളുത്തുള്ളി, ഇഞ്ചി ഇതൊന്നും ചേർത്തിട്ടില്ല. അതൊക്കെ പിന്നീടാണ്. അപ്പൊ നമുക്ക് എന്തായാലും കുക്കർ നമുക്ക് അടച്ചു വെക്കാം. വെന്ത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു ഫുൾ വിസിലും പിന്നെ തീ വളരെ കുറച്ചിട്ടിട്ട് ഒരു വിസിലും കൂടി അടിച്ചു. പിന്നെ അതിന്റെ എയർ ഫുള്ള് പോയതിനു ശേഷം നമ്മൾ വാങ്ങി. കാരണം നല്ല കുറുകൻ സ്റ്റൈലിലുള്ള ഗ്രേവിയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല നാടൻ സ്റ്റൈലിലുള്ള രീതിയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. പക്ഷെ ഇതിന്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇത് വെന്ത സമയത്ത് നമ്മൾ മറ്റു കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ വറ്റൽമുളക്, അതോടൊപ്പം തന്നെ പച്ചമുളക്, ഒപ്പം കറിവേപ്പില, ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി പരിപാടി നമ്മുടെ ഉരുളിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരു ബീഫ്, ഈ ഒരു ഗ്രേവി നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അതിന്റെ എന്തോരം വേണം എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മളിവിടെ ഗ്രേവി എടുത്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ വെള്ളം കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ നമ്മൾ ഇത് ഇട്ട് കഴിയുമ്പോൾ ഈ പാത്രം കൂടെ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചാറ് കിട്ടും കേട്ടോ. നമ്മളിത് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ ആ കടുകിന്റെ അകത്തേക്ക് നമ്മളിത് ഒരു 4 പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ജസ്റ്റ് ഒന്ന് മൂക്കട്ടെ കേട്ടോ. ഇനി നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ ചതച്ചത്, പച്ചമുളക് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചുകൊണ്ട് നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇതും കൂടെ ജസ്റ്റ് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ.
നമ്മുടെ വറ്റൽമുളകും കൂടെ നമ്മൾ ഈ ഒപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്. ഇപ്പൊ കടുക് പൊട്ടിച്ചപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് ഇതെല്ലാം കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കടുക് മൂപ്പിച്ച് നമുക്ക് എടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ഇനി കറി ആഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കടുക് ഈ സാധനങ്ങളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഒരു സമയത്ത് നമ്മളിത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ കുരുമുളക് പൊടി ജസ്റ്റ് നമ്മുടെ ആ ഒരു എണ്ണയ്ക്കകത്ത് ജസ്റ്റ് ഒന്ന് മൂത്തു. ഇനി നമുക്ക് നേരെ നമ്മുടെ കറി ഇതിന്റെ അകത്തേക്ക് നമ്മുടെ വെന്തിരിക്കുന്ന നമ്മുടെ ബീഫ് നമ്മൾ ഇതിലേക്ക് ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. മസാല നമ്മൾ ഇപ്പോഴും ഇട്ടിട്ടില്ല. അപ്പൊ ഇനി നമ്മുടെ ഈ ഉരുളിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം. ഇത് നമ്മുടെ കുക്കറൊക്കെ കൂടെ കഴുകിയ ഒരു വെള്ളമില്ലേ, അതും കൂടെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഗരം മസാല, നമ്മളെല്ലാം കൂടി പൊടിച്ച ഗരം മസാല, അതും കൂടെ നമ്മൾ ചേർത്ത് മിക്സ് ചെയ്തു. ഇനി ഇതിങ്ങനെ ഒരു ഫുൾ ഫ്ലെയിമിലല്ല കേട്ടോ കിടക്കുന്നത്, നമുക്കൊരു മീഡിയത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതിങ്ങനെ കിടന്ന് നന്നായിട്ട് കുറുകി നന്നായിട്ട് പറഞ്ഞു. ഇത് നോക്കി, ഇത് ഗ്രേവി നോക്കിയാൽ തന്നെ അറിയാം, നല്ല ബീഫ് കറിയുടെ കണ്ടില്ലേ, ഒരു പാടുമില്ല ഇതുപോലെ ബീഫ് കറി ഉണ്ടാക്കാനായിട്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം, നമ്മുടെ ഈ തേങ്ങയൊക്കെ നമ്മൾ വറുത്തരച്ച് വെച്ചിട്ടില്ല, ആ വറുത്തരച്ച് വെച്ചതോ അതല്ലെങ്കിൽ ഒരു ഇച്ചിരി തേങ്ങ വറുത്തരച്ചും കൂടെ ഇതിന്റെ കൂടെ ചേർത്താലും ബെസ്റ്റ് ആണ്. പക്ഷെ നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുന്നില്ല, ഇങ്ങനത്തെ സാധാ നാടൻ സ്റ്റൈലിലുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ എന്തായാലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഇച്ചിരി ഉപ്പിന്റെ കൂടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ലേശം ഉപ്പും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ആ ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്ത് ഇതിങ്ങനെ ചെറു തീയിലിരുന്ന് നന്നായിട്ട് ഇനി വെന്ത് നല്ല അടിപൊളി കറിയായിട്ട് മാറട്ടെ. അങ്ങനെ നമ്മുടെ ബീഫ് കറി അങ്ങനെ എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് കുറുകി നല്ല രീതിയിൽ ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി നമുക്ക് വീണ്ടും കൊടുക്കണേ കുറച്ചും കൂടെ പറ്റിച്ചെടുക്കാം. എന്നാലും നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വേണ്ടതുകൊണ്ട് ഈ ഒരു പരുവം മതി നമുക്ക്. അപ്പൊ ഈ ഒരു പരുവത്തിൽ നമ്മൾ എന്തായാലും നമ്മുടെ കറി വാങ്ങാൻ പോവുകയാണ്. ബീഫ് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഉരുളിക്കകത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫ് കറി. 1 കിലോ ബീഫ് നമ്മൾ അങ്ങനെ കറി വെച്ച് പെട്ടെന്ന്, വലിയ പാടൊന്നുമില്ല, ഈസി ആയിട്ട് നമ്മൾ ബീഫ് കറി വെച്ചെടുത്തിട്ടുണ്ട്. പലപ്പോഴും പലരുടെയും ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് കുഴപ്പമില്ല, പക്ഷെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാറില്ല. പല ആൾക്കാരും പറയാനുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തൊക്കെ ബെറ്റർ ആയിരിക്കും. എന്തായാലും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുവാണ് എന്തായാലും. അപ്പൊ ഞാൻ കുറച്ച് ബീഫ് കറിയും ചോറും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിന്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഞാനൊന്ന് കഴിക്കണമെന്ന് കാണിച്ചു തരാം, എങ്ങനെയുണ്ട് നോക്കട്ടെ. ഓൾറെഡി ഞാൻ കഴിച്ചു നോക്കിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കാണാനും നല്ല സെറ്റാണ്, കണ്ടില്ലേ. അപ്പൊ എന്തായാലും നിങ്ങൾ നെക്സ്റ്റ് ടൈം ബീഫ് കറി വെക്കുമ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങ വറുത്തരച്ച് വേണമെങ്കിൽ ചേർക്കാം. അല്ലെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ തേങ്ങ വറുത്തരച്ച് വെക്കുന്നത് പറയാറില്ലേ, ആ ഒരു തേങ്ങ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് ചേർത്ത് കൊടുത്ത ടേസ്റ്റ് വേറൊരു രീതിയിൽ വറുത്തര ബീഫിന്റെ ടേസ്റ്റിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് തക്കാളി വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ തക്കാളിക്കാം. പക്ഷെ തക്കാളിയും കൂടെ വരുമ്പോഴാണ് ഒരു ഗ്രേവിക്ക് കണ്ടില്ല നല്ലൊരു കുറുക്കം വരുന്നത് ആ സമയത്താണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റൊരു ഈസി രീതിയിൽ ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ മറ്റൊരു വിഭവമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൂപ്പറാണ് കേട്ടോ ബീഫ് കറി. ട്രൈ നോക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്നൊരിക്കൽ കൂടി പറയുകയാണ്.